മലയാളികളുടെ പ്രിയപ്പെട്ട ഭാവഗായകൻ പി ജയചന്ദ്രൻ ഓർമ്മയായി. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് യോഗനാഥം ന്യൂസും. 1944 മാർച്ച് 3 എറണാകുളം രവിപുരത്ത് ഭദ്രാലയത്തിൽ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാൻ്റെയും പാലിയത്ത് സുഭദ്രകുഞ്ഞമ്മയുടെയും 5 മക്കളിൽ മൂന്നാമനായി പാലിയത്ത് ജയചന്ദ്രക്കുട്ടൻ എന്ന ജയചന്ദ്രൻ്റെ ജനനം അങ്ങനെയായിരുന്നു. 1965 കുഞ്ഞാലി മരയ്ക്കർ എന്ന സിനിമയിലെ മുല്ലപ്പൂ മാലയുമായി എന്ന ഗാനം ആലപിച്ച് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തെത്തി. പിന്നീട് ഏകദേശം 16,000-ഓളം ഗാനങ്ങൾ അദ്ദേഹം പല ഭാഷകളിൽ ആലപിച്ചു. മലയാളം, തെലുങ്ക്, കന്നഡ, തമിഴ് എന്നീ ഭാഷകളിൽ അദ്ദേഹം നിറസാന്നിധ്യമായിരുന്നു. 66-ലെ കളിത്തോഴിയിൽ പി ഭാസ്കരൻ ദേവരാജൻ ടീമിൻ്റെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന പാട്ടിലൂടെയാണ് പി ജയചന്ദ്രൻ കേരളത്തിൽ ശ്രദ്ധേയനാകുന്നത്. അതായത് ചലച്ചിത്ര മേഖലയിൽ അദ്ദേഹം ശ്രദ്ധേയനാകുന്നത്. 2001 ജയചന്ദ്രന് സ്വരലയ കൈരളി യേശുദാസ് അവാർഡ് നൽകി. 2020 മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ അവാർഡ്, മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം 1 തവണ നേടിയ അദ്ദേഹത്തിന് 5 തവണ സംസ്ഥാന അവാർഡും ലഭിച്ചു. മലയാളികൾക്ക് പ്രണയത്തിലും വിരഹത്തിലും സന്തോഷത്തിലും സന്താപത്തിലും കൂട്ടായി നിന്ന ആ ഒരു മനോഹര ഗാനധാരയാണ് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തോടുകൂടി നഷ്ടമാകുന്നത്. പലവഴി ഒഴുകി വന്ന പുഴയെന്ന് അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിത രേഖ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 16,000-ഓളം പാട്ടുകൾ മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായി അദ്ദേഹം ആലപിച്ചു. 78-ാം വയസ്സിൽ സംഗീത സംവിധായകനുമായി. ആദ്യ ഗാനം നീലിമ എന്ന് തുടങ്ങുന്ന ഗാനമാണ് അദ്ദേഹം ചിട്ടപ്പെടുത്തിയത്. ഗാനം രചിച്ചത് BK ഹരിനാരായണനായിരുന്നു. 1958-ലെ സംസ്ഥാന സ്കൂൾ കലോത്സവം, അതിൽ മൃദംഗത്തിൻ്റെ 1-ാം സ്ഥാനവും ലളിതഗാനത്തിൻ്റെ 2-ാം സ്ഥാനവുമാണ് ജയചന്ദ്രൻ ലഭിച്ചിരുന്നത്. അതിൻ്റെ യാദർച്ഛികത എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കലോത്സവം അവസാനിച്ചു, 63ാമത് കലോത്സവം അവസാനിച്ചു. അതേ സമയത്താണ് അദ്ദേഹത്തിൻ്റെ നിര്യാണവും സംഭവിക്കുന്നത്. യേശുദാസ് ആയിരുന്നു അന്ന് ലളിതഗാനത്തിനും ശാസ്ത്രീയ സംഗീതത്തിനും 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത്. യേശുദാസിൻ്റെ അനുസ്മരണക്കുറിപ്പിൽ അത് വ്യക്തമായി നമുക്കറിയാം. അദ്ദേഹം പറയുന്നത് അന്നാണ് ആദ്യമായിട്ട് ജയചന്ദ്രനെ കാണുന്നത്. ജയചന്ദ്രൻ തന്നെക്കാൾ 5 വയസ്സിന് ഇളയ ആളാണ്. ഇന്ന് യേശുദാസിൻ്റെ പിറന്നാൾ കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ യേശുദാസിൻ്റെ പിറന്നാൾ ആഘോഷവും അതുമായി ബന്ധപ്പെട്ട കമൻറ്റുകളുമൊക്കെ നിറയേണ്ടതായിരുന്നു. പത്രങ്ങളിലും അങ്ങനെ തന്നെ വരേണ്ടതായിരുന്നു. പക്ഷേ ഒരു നിർഭാഗ്യവശാൽ പി ജയചന്ദ്രൻ്റെ മരണം സംഭവിക്കുകയും അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അനുശോചന സന്ദേശങ്ങളും നിറയുന്ന ഇടങ്ങളായി മാധ്യമങ്ങൾ മാറുകയും ചെയ്തു. അന്ന്, അതായത് 1958 യേശുദാസ് കച്ചേരി അവതരിപ്പിക്കുമ്പോൾ, ഇത് യൂത്ത് ഫെസ്റ്റിവലിൻ്റെ ഒടുവിൽ സമ്മാനദാനമൊക്കെ കഴിഞ്ഞ ശേഷം മികച്ച കലാപ്രകടനങ്ങൾ നടത്തിയ കുട്ടികളെ ആദരിക്കുകയും അതുപോലെ തന്നെ അവരുടെ കലാവിരുന്നുകൾ അവിടെ വേദിയിൽ പ്രകടിപ്പിക്കുകയും ചെയ്യും. അന്ന് യേശുദാസ് ശാസ്ത്രീയ സംഗീത കച്ചേരി അവതരിപ്പിച്ചപ്പോൾ അതിന് മൃദംഗം വായിച്ചത് പി ജയചന്ദ്രനായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് ഇത്രയും വർഷം അവർ തമ്മിലുള്ള സൗഹൃദം ദൃഢമായി തന്നെ നിന്നു എന്ന് യേശുദാസ് അനുസ്മരിക്കുന്നുണ്ട്. മറ്റൊന്ന്, 1986 ശ്രീനാരായണ ഗുരു എന്ന സിനിമയിലെ ശിവശങ്കര സർവ ശരണ്യ വിഭു എന്ന ഗാനത്തിന് മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം, അതായത് നാരായണ ഗുരുവിൻ്റെ എന്ന സിനിമയിലെ ആലപിച്ച ഗാനത്തിനാണ് അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം തേടിയെത്തിയത്. 2020 സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ പുരസ്കാരം ലഭിക്കുന്നത്. 1972 പണിതിരാത്ത വിടുന്ന ചിത്രത്തിലെ സുപ്രഭാതം എന്ന് തുടങ്ങുന്ന ഗാനത്തിന് ദേശീയ തലത്തിൽ പ്രത്യേക ജൂറി പരാമർശവും ലഭിച്ചു. അതുപോലെ തന്നെ നീലഗിരി സഖികളെ ജ്വാലാമുഖികളെ പണിതിരാത്ത വീട്, അതിനാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആദ്യ പുരസ്കാരം ലഭിച്ചത്. പിന്നെ രാഗം ശ്രീരാഗം ബന്ധനം എന്ന സിനിമയിൽ 1978 അതിനും സംസ്ഥാന പുരസ്കാരം ലഭിച്ചിരുന്നു. പിന്നെ 1999 നിറം എന്ന ചിത്രത്തിൽ പ്രായം നമ്പിൽ മോഹം നൽകി അങ്ങനെ ഒരു ഹിറ്റ് സോങ് ആലപിച്ചതിന് അദ്ദേഹത്തിന് സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. അതുപോലെ തന്നെ 2003 നീയൊരു പുഴയായി തിളക്കം എന്ന സിനിമയിലെ പാട്ടിനും ഈ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ശാരദാംബരം എന്ന് നിൻ്റെ മൊയ്തീൻ എന്ന ചിത്രത്തിൽ 2015 അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ തേടിയെത്തി. പുരസ്കാരങ്ങളും അദ്ദേഹത്തിൻ്റെ ഹിറ്റ് ഗാനങ്ങളും ഒരിക്കലും നമുക്ക് മറക്കാവുന്നതല്ല. നിരവധി ഹിറ്റ് ഗാനങ്ങൾ, വിവിധ സംഗീത സംവിധായകരുടെ കൂടെ നിരവധി ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച ഗായകനെയാണ് ഈ വിയോഗത്തിലൂടെ മലയാളികൾക്ക് നഷ്ടമാകുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അനുശോചനവും അന്ത്യാഞ്ജലിയും അർപ്പിക്കുകയാണ് യോഗനാഥ ന്യൂസ്.